ായി വന്നത് തന്നെ, അല്ലാത്തതും റെക്കോർഡുള്ളത് തന്നെ. എന്നാ സഹോദരന്മാരെ, ഇനി നിങ്ങളൊന്ന് നോക്കൂ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ വഫാത്തിനോടനുബന്ധിച്ച് എത്ര രോമം നരച്ചതുണ്ടായിരുന്നു. ആ നബി തങ്ങൾ ഓരോ പ്രവൃത്തിയും ചെയ്തതെങ്ങനെയായിരുന്നു, അവിടുത്തെ ഓരോ സംഗതികളും റെക്കോർഡുണ്ട്. ഏത് കാലത്ത്? സുബ്ഹാനല്ലാഹ്, ഇന്നത്തതുപോലെ കമ്പ്യൂട്ടർ യുഗമല്ല, അച്ചടി യുഗമല്ല, അതേ റഡാർ യുഗമല്ല, ഇന്നത്തെ പോലെ ക്യാമറ യുഗമല്ല, ഇന്നത്തതുപോലെ ഏത് ഫോണിലും പിടിച്ചെടുക്കുന്ന കാലമല്ല. 1500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ലോകത്ത് ജീവിച്ച് പ്രവർത്തിച്ചൊരു നേതാവ്, ആ നേതാവിന്റെ ഒരു ചലനം വിട്ടുപോകാതെ, ഒരു വിഷയം വിട്ടുപോകാതെ എല്ലാം കൃത്യമായി രേഖയുള്ളൊരു നേതാവ്. ചോദിക്കട്ടെ, ഏതെങ്കിലും പ്രസ്ഥാനക്കാർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഏതെങ്കിലും കക്ഷികൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ തുല്യമായി മറ്റൊരു നേതാവിനെ? സുബ്ഹാനല്ലാഹ്, അതെങ്ങനെയെന്നറിയോ നിങ്ങൾ? എങ്ങനെ നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയൊരാളായിട്ട് അമേരിക്കന്റെ പ്രസിഡന്റ് ചെരുപ്പ് സമ്മാനം കിട്ടിയ ആളായാലും തിരക്കില്ല, പുതിയ സമ്മാനത്തിന് നിൽക്കുന്ന ആളായാലും തിരക്കില്ല. ഞാൻ പറയാം, അയാളോട് നമ്മൾ ചോദിക്കും, ഉപ്പാപ്പാന്റെ പേരൊന്ന് ചോദിച്ചു നോക്കുക. ചോദിച്ചാൽ എത്ര ഉപ്പാന്റെ പേര് പറയാൻ കഴിയും, എത്ര അച്ഛന്റെ പേര് പറയാൻ കഴിയും? നമുക്ക് കഴിയും, എനിക്ക് കഴിയും, എന്നെ കൊണ്ട് കഴിയൂല. തങ്ങന്മാർക്ക് പറയാൻ കഴിയും, ഇങ്ങനെ എണ്ണി പറയാൻ കഴിയും. അവർ റസൂലുള്ളാഹി പറയും, അവിടെ അങ്ങോട്ട് പിന്നെ 20 പറയും, ഏറ്റവും ചുരുങ്ങിയത്. അതവരെ പവറാണ്, റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ പവറാണ്, അവിടുത്തെ പവറാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, അതങ്ങോട്ട് പറയുന്നതിന്റെ പുറമേ 1500ഓളം കൊല്ലം മുമ്പ് ഒരാൾ ഇവിടെ ജനിച്ച് ജീവിച്ച് പ്രവർത്തിക്കുക, എന്നിട്ട് ആ നേതാവിന്റെ സർവ്വചലനവും റെക്കോർഡ്, എല്ലാ വിഷയവും റെക്കോർഡ്. അത് എങ്ങനത്തെ റെക്കോർഡ് എന്നറിയോ നിങ്ങൾ? സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒറ്റ ഉദാഹരണം പറയും. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഞാൻ ഹജ്ജിന് ഉസ്താദിന്റെ കൂടെ പോയപ്പോൾ 10-20 വർഷം മുമ്പ് എനിക്ക് അറഫയിൽ നിന്നൊരു ഹദീസ് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ഹദീസ് അറഫയിൽ നിന്ന് തന്നെ കിട്ടണമെന്ന് മനസ്സിലാക്കി മുഹമ്മദ് യാസീൻ അൽ ഫാദാനി എന്ന് പറയുന്ന മക്കയിൽ ജീവിച്ചിരുന്ന വഫാത്തായി പോയ വലിയൊരു മഹാപണ്ഡിതൻ, വലിയ ഹദീസ് പണ്ഡിതൻ, 100-ലധികം വയസ്സ് ജീവിച്ച മഹാൻ. ആ മഹാന്റെ അടുക്കൽ 6-7 കിലോമീറ്റർ മരുഭൂമിയിലൂടെ വെയിലത്ത് നടന്നു പോയിട്ട് ചോദിച്ച് പഠിച്ചതാണ്, വാങ്ങിയതാണ് ഈ ഹദീസ്. കാരണം ഈ ഹദീസ് അൽ ഹദീസുൽ മുസൽസൽ ബി അറഫ, അറഫയിൽ കണ്ണിയായി വന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സഹാബത്തിന് പറഞ്ഞു കൊടുത്തത് അറഫയിൽ വെച്ച് ദുൽഹജ്ജ് 9-ന്, അതേ ദുൽഹജ്ജ് 9, അതുപോലത്തെ മറ്റൊരു ദുൽഹജ്ജ് 9-ന് സഹാബത്ത് താബീങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു അറഫയിൽ വെച്ച്. അത് അവരുടെ ശിഷ്യന്മാർക്ക് അറഫയിൽ വെച്ച് ദുൽഹജ്ജ് 9-ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ മുതൽക്ക് മുഹമ്മദ് യാസീൻ അൽ ഫാദാനി തങ്ങൾ വരെ ഓരോ ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്ക് ദുൽഹജ്ജ് 9-ന് അറഫയിൽ വെച്ച് പറഞ്ഞു കൊടുത്തു, ഇഹ്റാമിൽ പറഞ്ഞു കൊടുത്ത ഹദീസ്. ആ ഹദീസ് അൽ ഹദീസുൽ മുസൽസൽ ബി അറഫ, അറഫയിൽ കണ്ണിയായി കോർത്തു വന്ന ഹദീസ്. ആ ഹദീസ് നിനക്ക് ഞാൻ അറഫയിൽ വെച്ച് തന്നെ പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ഉസ്താദ് കാന്തപുരം ഉസ്താദ് എനിക്ക് ആ ഹദീസ് പറഞ്ഞു തന്നു. ഇതെന്തിനാ ഞാൻ പറഞ്ഞു തന്നറിയോ? ഈ പാവപ്പെട്ട വിദ്യാർത്ഥിയായ ഞാൻ മുതൽ എന്റെ ഉസ്താദുമാര് മുതൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ കണ്ണി മുറിയാതെ ഉസ്താദുമാരുടെ പേര്, ഉസ്താദുമാരുടെ അഡ്രസ് പറയാൻ പാവപ്പെട്ട എനിക്ക് കഴിയുന്നു. അങ്ങനെ ഓരോ മഹാനായ താജുൽ ഉലമ സനദ് തന്ന, അതുപോലെ ഉസ്താദ് സനദ് തന്ന ഞങ്ങൾക്കൊക്കെ സാധിക്കുന്നു. എന്തുകൊണ്ട് സാധിക്കുന്നു? അതാ മഹാനായ നേതാവിന്റെ പവറാണ്. അവിടുത്തെ ശിഷ്യന്മാർ എത്ര ആയിരക്കണക്കിന് കൊല്ലം താഴോട്ട് പോയാലും അഡ്രസ് ഇല്ലാതെ പറയില്ല. ആ ശിഷ്യന്മാര് മുതൽക്ക് ആ നേതാവ് വരെ
ഓരോ ഉസ്താദുമാരുടെയും പരമ്പര എണ്ണി പറയാൻ കഴിയുന്നു. എന്റെ ഉസ്താദ് പുല്ലൂക്കര ഉസ്താദ്, അവിടുത്തെ ഉസ്താദ് താജുൽ ഉലമ, താജുൽ ഉലമയുടെ ഉസ്താദ് കണ്യത്ത് ഉസ്താദിന്റെ ഉസ്താദ് ഖുതുബി തങ്ങൾ. അങ്ങനെ എണ്ണിയാൽ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ നാദാപുരത്ത് എണ്ണിയിട്ടുണ്ട്. അങ്ങനെ അങ്ങ് റസൂലുള്ളവരെ അക്കൂട്ടത്തിൽ ഇമാം തങ്ങൾ വരുന്നുണ്ട്, റാഫി ഇമാം തങ്ങൾ വരുന്നുണ്ട്, ഗസാലി ഇമാം തങ്ങൾ വരുന്നുണ്ട്, ഇമാം അൽ ഹറമൈനി വരുന്നുണ്ട്, ഇബ്നു ഹജർ അസ്ഖലാനിയുണ്ട്, ഹൈതമിയുണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാ പണ്ഡിതന്മാരും വരുന്നുണ്ട്. നിങ്ങൾ ഓർക്കണം, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പവർ 1500ഓളം കൊല്ലങ്ങൾക്കും ലോകത്തിന് മുഴുവനും ഗുരുവായി ജീവിച്ചൊരു നേതാവ്, ആ നേതാവിന്റെ ശിഷ്യ പരമ്പര ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുമ്പോ ആ ശിഷ്യന്മാർക്ക് എത്ര 1000 കൊല്ലം കഴിഞ്ഞാലും ആ ഗുരുവര്യന് വരെയുള്ള ഉസ്താദുമാരുടെ ഗുരുവര്യന്മാരുടെ പേര് പറയാൻ എണ്ണിപ്പറയാൻ സാധിക്കുന്നു. അവരുടെ ചരിത്രവും പറയാൻ കഴിയുന്നു, അവരെവിടെ വഫാത്തായി എന്നും പറയാൻ കഴിയുന്നു. ഇങ്ങനെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ലോകത്തേതെങ്കിലും പ്രത്യയശാസ്ത്രക്കാരന് കഴിയുമോ? ഏതെങ്കിലും കക്ഷികൾക്ക് കഴിയുമോ? മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി തമദ്ദഅത്ഹു النصارى في دبيه وكم بما شئت مدحا فيه وحتكيني ചൊല്ലിക്കുക നേതാവിന്റെ ഹദ്റത്തിലേക്ക് ഒരു സലാത്ത്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഈ സ്റ്റേജിൽ അഡ്വക്കറ്റുമാരുണ്ടാകും, ഡോക്ടർമാരുണ്ടാകും, സദസ്സിലുണ്ടാവും. അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മളൊന്ന് ചോദിച്ചു നോക്കുക അവരെ ഉസ്താദിന്റെ പേര്. ഒരു അഡ്വക്കറ്റിന് വേറൊരു അഡ്വക്കറ്റിന്റെ പേര് പറയാൻ കഴിയും, ഉസ്താദ്. അതിന്റെ മേലെ പറയാൻ ചിലപ്പോൾ ഒരു ഉസ്താദിനെയും കൂടി ചിലപ്പം പറയാൻ കഴിയും. അങ്ങനെ അങ്ങോട്ട് ചോദ്യം തുടങ്ങിയാലോ സുബ്ഹാനല്ലാഹ്, 1-2 ഗുരുനാഥന്മാരെ പേര് പറയാൻ കഴിഞ്ഞേക്കും. അതിനപ്പുറം പറയാൻ ബുദ്ധിമുട്ടാണ്. ഇനി 4-5 പറഞ്ഞാൽ തന്നെ പറയാൻ കഴിയുമോ? അപ്പുറം പറയാൻ കഴിയുമോ? ഡോക്ടർക്ക് പറയാൻ കഴിയുമോ? വേറെ ഒരു ശാസ്ത്രത്തിന് പറയാൻ കഴിയുമോ? അത് ഒരേ ഒരു നേതാവിന്റെ പ്രത്യേകത. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് വൈദ്യശാസ്ത്രവും പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് തർക്കവിതർക്കങ്ങൾ നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് വാദിക്കേണ്ടത് ഇതും പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് അതൊന്നും അറിയാത്ത ആളാന്ന് തെറ്റിദ്ധരിക്കണ്ട. സുബ്ഹാനല്ലാഹ്, അതൊക്കെ അല്ലാഹ് തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ പറയാൻ സമയമില്ല. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. കണ്ടോ എങ്ങനെയാണ് പ്രബോധനം നടത്തേണ്ടത്? വളരെ യുക്തിപരമായി വിഷയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വളരെ ഹിക്മത്തോടുകൂടെ ദീനിലേക്ക് ക്ഷണിക്കണം. വൽ മൗഇദത്തിൽ ഹസന, തെറി പറയരുത്, ചീത്ത പറയരുത്, തീവ്രവാദം പ്രസംഗിക്കരുത്, ഭീകരവാദം പറയരുത്, നല്ല ഉപദേശം നൽകണം, നല്ല വയല് പറയണം. തങ്ങൾ അവറുകൾ പറഞ്ഞു നല്ല വയല് പറയണോ നിന്നോട്? എനിക്കത് പറഞ്ഞു കിട്ടിയോണ്ട് ഭയങ്കര സന്തോഷമായി. അവിടുത്തെ നാവുണ്ടങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് അല്ലാഹു തആല മരിക്കുന്നത് വരെ ദീനിന് ഉപകരിക്കുന്നത് പറയാൻ അവിടുത്തെ ബർക്കത്തുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം നൽകണം. എന്നിട്ടല്ല പറഞ്ഞു വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, നല്ല നിലക്ക് തർക്കിക്കേണ്ടി വന്നാൽ തർക്കിക്കണം. തർക്കവും പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹ്, എങ്ങനെ തർക്കിക്കണോന്ന്. അവിടെയാണ് നമ്മളെ പാവം ഈ പുത്തമ്പാദികൾക്കൊക്കെ വലിയ അബദ്ധം പറ്റിയൊരു രംഗമുണ്ട്. കാരണം അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് വാദപ്രതിവാദം പഠിപ്പിച്ചു കൊടുത്തു. ഖുൽ ഖുൽ മർ റബ്ബുസ് സമാവാതി വൽ അർദ്, നബിയെ ചോദിക്കൂ, ആകാശത്തിന്റെയും ഭൂമിയുടെ റബ്ബാരാണ് ചോദിക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തങ്ങൾ പറയുമ്പോ അവർ പറഞ്ഞു അജഅലല്ലാഹ ഇലാഹൻ വാഹിദ, എല്ലാ ദൈവങ്ങളെയും കൂടി ഒറ്റ ദൈവമാക്കിയോ മുഹമ്മദ് എന്ന് അവർ ചോദിക്കുന്നു. അവരായിട്ട് സംവാദം നടത്തി നബിയെ. ആ സംവാദത്തിൽ തങ്ങൾ ചോദിക്കൂ നബിയെ, സംവാദത്തിൽ ചോദിക്കേണ്ട ചോദ്യം അല്ലാഹു പഠിപ്പിക്കാൻ. ഖുൽ ചോദിക്കൂ നബിയെ, മർ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബ്, അത് പടച്ചു പോറ്റി വളർത്തുന്നവൻ ആരാണെന്ന് ചോദിക്കൂ നബിയെ. അങ്ങനെ ചോദിച്ചാൽ സംവാദത്തിൽ അപ്പുറമുള്ളവർ ഉത്തരം വിട്ടു. അവൻ അനുകൂലമായ മറുപടി പറയാൻ കഴിയൂല.
അവന്റെ വാദം എന്താണ്? അല്ലല്ലാതെ ഇലാഹുണ്ടെന്നാണ്. അല്ലല്ലാതെ ഇലാഹുണ്ട് എന്ന് വരുത്തി തീർക്കാൻ പറ്റുന്ന ഒരു മറുപടി ആ ചോദ്യത്തിന് പറയാൻ മറുഭാഗത്തുള്ള അബൂജഹലിന് കഴിയൂല. അതുകൊണ്ട് ആ ചോദ്യം തന്നെ ചോദിക്കും. ഖുൽ മർ റബ്ബുസ് സമാവാതി വൽ അർദ്. സംവാദത്തിന് പോകുമ്പോ കാന്തപുര ഉസ്താദ് അതുപോലെ തങ്ങളൊക്കെ ഞങ്ങൾക്ക് ചോദ്യം പഠിപ്പിച്ചു തരാറുണ്ട്. പഠിപ്പിച്ചിട്ട് അവസാനം അവരെ വൃത്തമായിട്ട് ആ സംവാദത്തിന് പോകാറ്. അങ്ങനെ പോയാൽ വിജയവും കൈവരിക്കാറുണ്ട്. ഇപ്പൊ ഈ ആലുവക്കടുത്ത് ഒരു സംവാദം നടന്നില്ല. എന്താ അതിനർത്ഥം? കുന്നത്തേരി സംവാദം നടന്നു. സംവാദത്തിന് വേണ്ടി വന്ന ഹസനികളും സഖാഫികളും ഞങ്ങളൊക്കെ ഒന്നായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നും ഞാൻ അത്തരത്തിൽ സംവാദത്തിന് പോകുന്നവരെ ടെലിഫോൺ ചെയ്തിട്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്നെ എന്റെ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വാഭാവികമാണത്. ഉസ്താദുമാരെന്ന് പഠിച്ചെന്നെ നമ്മള് അല്ലാതെ നമുക്ക് വഹി കിട്ടിയൊന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ട് സുബ്ഹാനല്ലാഹ് ഒട്ടാകെ പോയിട്ട് കള്ളം പറയാ. സംവാദം കഴിഞ്ഞിട്ട് കുറെ ആൾ മുജാഹിദായി. ആര് മുജാഹിദായി? കള്ളം പറയാ. കളവ് കൊണ്ട് മാത്രം പ്രസ്ഥാനം നേർത്താൻ നോക്കുക. ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. തർക്കിക്കണോന്ന് തന്നെ റസൂലുള്ളാഹിനോട്. തർക്കം എങ്ങനെ നടത്തണം? ചോദ്യം പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു തആല ഖുൽ ചോദിക്കൂ നബി മർ റബ്ബുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ റബ്ബാരാൻ ചോദിക്കുക. അബൂജഹൽ മറുപടി പറയും. അബൂജഹലിന് ഒരു മറുപടിയും പറയാൻ കഴിയൂല. സയഖൂലുന്നല്ലാഹ്, അല്ലാഹ് പറയേണ്ടി വരും. അവൻ മറുപടി മുട്ടും. അല്ലാഹ് പറയേണ്ടി വരും. അള്ളയാണ് നിങ്ങൾ പറഞ്ഞാ പിന്നെ ചോദ്യം അന്നാ തുസ്റഫൂൻ. പിന്നെ ആ അല്ലാഹ് ആരാധിക്കാൻ പിന്നെ ആരാണോ? ആ അല്ലാഹ് ഇലാഹ് മറ്റാരാണ്? അന്നാ തുസ്റഫൂൻ അന്നാ തൂഫകൂൻ. അപ്പൊ ഉത്തരം മുട്ടുമ്പോ അല്ലാഹ് എന്ന് പറയേണ്ടി വരും. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ചോദിക്കാൻ അല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കണം. ഖുൽ ചോദിക്കൂ നബിയെ. മൗലവിമാരെന്താ മനസ്സിലാക്കിയെന്ന് അറിയോ? ഇവർ അള്ളാഹ് എന്ന് പറയുമ്പോഴേക്ക് അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നാ മനസ്സിലാക്കിയത്. ഉത്തരം മുട്ടിയിട്ട് പറഞ്ഞതാ. പിന്നെയും പണ്ടത്തെ കമ്പനി തന്നെ ഉത്തരം മുട്ടിയിട്ട് പറയാണ് അല്ലാഹ്. അല്ലാതെ എന്ത് പറയാനാ? വേറൊരു മറുപടി പറയണ്ടേ? ഉത്തരം മുട്ടിയിട്ട് പറയാണ്. പക്ഷേ അവരുടെ കുഫറിന് മാറ്റല്ല. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് കഫറൂ ബിറബ്ബിഹിം. അവരവരുടെ റബ്ബിൽ അവിശ്വസിച്ചവരാണ്. വിശ്വസിച്ചവരാണ് നിങ്ങൾ ധരിക്കണ്ട. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ലാ യുമിനൂൻ, അവർ വിശ്വസിക്കുന്നവരല്ല. അതുകൊണ്ട് ആ നരകത്തിൽ കടന്ന് അബൂജഹലും കക്ഷികളൊക്കെ നരകത്തിൽ ഇങ്ങനെ തീ പൊള്ളിയിട്ട് സഹിക്കാൻ കഴിയാത്ത സമയത്ത് എന്തേ നരകത്തിൽ കടക്കാൻ കാരണം? അവിടെ അല്ലാഹ് പറയുന്നു ഇന്നഹു ലാ യുമിനു ബില്ലാഹിൽ അദീം. അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. മഹാനായ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നരകത്തിൽ കടന്നത്. അവിടെയും പറയുന്നു വിശ്വസിച്ചിട്ടില്ല. എന്നിട്ട് മൗലവിമാര് പറഞ്ഞെടുക്കുക അല്ലാഹുവിൽ അബൂജഹലിന് വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലാഹ് പറയാ വിശ്വസിച്ചിട്ടില്ല. നരകത്തിന് വരെ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കാത്തോണ്ടാണ് നരകത്ത് കടന്നു അവർ എന്നെയും സമ്മതിക്കുന്നത്. ഇവരെന്നിട്ടും സമ്മതിക്കുന്നില്ല. അബൂജഹലിനോട് ഭയങ്കര മഹബത്ത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുമ്പോ നോട്ടീസും കൊണ്ട് നടക്കുക. റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് മുസ്ലിമീങ്ങളൊക്കെ പറയുമ്പോ ഒരു നോട്ടീസ്. നബി ദിനം മുഹമ്മദ് നബി കഴിച്ചിട്ടുണ്ടോ? ഒരു നോട്ടീസ് കൊണ്ടില്ലേ? നാണക്കേട്. ഞാനിപ്പോ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇസ്ലാമില് ഇന്നും മുസ്ലിമീങ്ങൾ നാശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികളാണ് ഷിയാക്കൾ. ഇന്നും ജോർജ് ബുഷിന് ഇറാഖിലുള്ള പാവപ്പെട്ട കുട്ടികളെ തലയിൽ മിസൈൽ കൊണ്ടുപോയി പതിക്കാൻ സർവ്വ സൗകര്യം ഉണ്ടായത് ഷിയാക്കളുമായി ബന്ധപ്പെട്ടിട്ടല്ലേ? ലോകൊട്ടാകെ അവരെ നാശയിലെ മുസ്ലിമുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഷിയാക്കളെ നാശം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആ ഷിയാക്കളെ സംബന്ധിച്ച്? ഈ ഷിയാക്കളെ വാദം എന്താ? ഇത്രയും വിഡിത്തുള്ളൊരു വാദം. അവരിപ്പോ എന്താ വാദിക്കുന്നത്? ഇപ്പൊ ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ. അതിലിപ്പോ നമ്മൾ പലരും ഇങ്ങനെ ചർച്ച ചെയ്യും. ആർക്കാ വോട്ട് ചെയ്യേണ്ടത്, ആരാ ഭരിക്കേണ്ടത്. അതൊരു നല്ല ഒരു പ്രസക്തമായ ചർച്ചയാണ്. എന്തുകൊണ്ട്? നമ്മുടെ രാജ്യം ഇനി അടുത്ത 5 കൊല്ലം ആര് ഭരിക്കണം, അതൊരു ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ട്. നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു 50 കൊല്ലം മുമ്പ് നമ്മുടെ രാജ്യം ആരായിരുന്നു ഭരിക്കേണ്ടത്? ഇപ്പൊ ഒരു ചർച്ച. ആ ചർച്ച കൊണ്ട് എന്താണ് കാര്യം നാട്ടിൽ? ഇതിനാണ് നിങ്ങൾ ആ ഷിയാക്കളെ വാദം നോക്ക്. 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ആരായിരുന്നു ഭരിക്കേണ്ടത്? ഷിയാക്കൾ ഇപ്പോൾ ചർച്ച ചെയ്യാ. അന്ന് ആരായിരുന്നു ഭരിക്കേണ്ടത്? അന്ന് ഭരിച്ചത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും. അതിങ്ങനെ തുടർച്ചയായിട്ട് ഭരിച്ചു. ആർക്കും തർക്കമില്ല. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് തർക്കമില്ല, ഉസ്മാൻ റളിയല്ലാഹു തർക്കമില്ല, ആർക്കും തർക്കമില്ല. അവർ അങ്ങനെ തെരഞ്ഞെടുത്ത് ഭരിച്ചു. എന്നിട്ട് ഇവരിപ്പോ തർക്കിക്കുക അന്ന് ആരായിരുന്നു ഭരിക്കേണ്ടത് എന്നൊരു ചർച്ച. എന്താണ് ഈ സമുദായത്തിന് അതുകൊണ്ട് കാര്യം കിട്ടുക? എന്താണ് ലോകത്തോട് കാര്യം കിട്ടുക? അന്നാരാ ഭരിക്കേണ്ടത് ഇപ്പൊ ചർച്ച ചെയ്തിട്ട്? എന്നാ സഹോദരന്മാര്, ഒരാൾ ചർച്ച ചെയ്ത് ഞാൻ ചെറിയ 2 വയസ്സായ സമയത്ത് ഞാൻ എന്തായിരുന്നു കുപ്പായോ ധരിക്കേണ്ടത് മുണ്ടോ ഉടുക്കേണ്ടത്? 55ാമത്തെ വയസ്സിനാ ചർച്ച. ഞാൻ 2 വയസ്സുള്ളപ്പോ എന്തായിരുന്നു ഉടുക്കേണ്ടത്?
ഇതുപോലത്തെ ഒരു ചർച്ചയല്ലേ അത്? എന്നിട്ട് ആ ചർച്ചയ്ക്ക് വേണ്ടി മുസ്ലിമീങ്ങൾ തമ്മിലെടുപ്പിക്കുന്നു പുത്തൻവാദികളോട്. കാര്യം നോക്ക് നിങ്ങൾ. എന്നാൽ അതിന്റെ അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ നബിദിനം പാടില്ല എന്ന് പറയുന്ന അതേ കക്ഷികൾ ആശയാണതു. എന്താ കാരണോ? ഇവർക്ക് ചോദിക്കാനുള്ളത് അറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാവ് കൊണ്ട് മൊഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ എല്ലാ കൊല്ലവും എല്ലാ റബീഉൽ അവ്വലിലും എന്റെ പേരിൽ നിങ്ങൾ നബിദിനം കൊണ്ടാടണം എന്ന് മുഹമ്മദ് നബി മൊഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ? ഇതാ ചോദ്യം. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇത് തന്നെയല്ലേ ഷിയാക്കളും പറഞ്ഞത്? ഷിയാക്കൾ ചോദിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിക്കണം എന്ന് മുഹമ്മദ് നബി മൊഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ എന്ന് അവർക്കും ചോദിക്കാനുള്ളത്. മൊഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ? മൊഴിഞ്ഞു പറയണമെന്നുണ്ടോ? അതാ നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. മൊഴിഞ്ഞു പറയണമെന്നുണ്ടോ? അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് എന്താ? ഫസ്അലൂ അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂന ബിൽ ബയ്യിനാതി വസ്സുബുരി. ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും തെളിവുകളെ സംബന്ധിച്ചും നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കൂ, എന്നിട്ട് പ്രവർത്തിക്കൂ എന്ന് ഖുർആൻ പറഞ്ഞു. അതേ ഖുർആൻ തന്നെ പറഞ്ഞു കണ്ടോ നിങ്ങൾ? വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ഖുർആൻ അവതരിപ്പിച്ച് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നബിയെ. തങ്ങൾ വിശദീകരിച്ചു കൊടുത്താൽ മാത്രം മതിയോ? ആ വിശദീകരണം കിട്ടിയ ആളുകളുണ്ടല്ലോ, ആ മഹാന്മാരായ മുജ്തഹിദുകൾ, അവര് ചിന്തിച്ച് മനസ്സിലാക്കുകയും വേണം. അങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാർ, സ്വഹാബികളും ഇമാമിങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കാനും തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനുമാണ് ഖുർആൻ അവതരിപ്പിച്ചത്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. വെറും റസൂലുള്ളാഹിന്റെ വിവരണം മാത്രമല്ല, ആ വിവരണം അനുസരിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള സ്വഹാബത്ത് ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഇമാമികൾ ചിന്തിച്ച് മനസ്സിലാക്കി നിയമം പറയണം. അതിനാണ് ഖുർആൻ അവതരിപ്പിച്ചതെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. അറിവുള്ളവർ പറഞ്ഞ് സ്വീകരിക്കണമെന്നും ഖുർആൻ തന്നെ പറഞ്ഞു. ഇനി നിങ്ങളൊന്ന് നോക്കൂ സഹോദരന്മാരെ, ഹദീസിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും അറിയുന്ന ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, അബൂ ഉസാമ റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ വലിയ പണ്ഡിതന്മാരില്ലേ, അവരതാ പറയുന്നു റസൂലുള്ളാഹിന്റെ ജന്മദിനാഘോഷം അത് റബീഉൽ അവ്വലിൽ കൊണ്ടാടുന്നത് വലിയ പുണ്യകർമ്മം തന്നെ. അവര് രാമായണം നോക്കി പറഞ്ഞതല്ല, മഹാഭാരതം നോക്കി പറഞ്ഞതല്ല, ബൈബിള് നോക്കി പറഞ്ഞതല്ല. ഇമാമിങ്ങൾ ആ വിഷയത്തിൽ കിതാബ് തന്നെ രചിക്കുകയാണ് ഇമാം സുയൂത്തി തങ്ങൾ. എന്തുകൊണ്ട്? അവര് പറയുന്നു ഫീഹി വുലിത്തു, തിങ്കളാഴ്ചയുടെ ബഹുമാനം പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞില്ലേ തിങ്കളാഴ്ച എന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞ്. അപ്പൊ ജന്മദിനത്തിന് ബഹുമാനമുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ? ഏതുപോലെ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ കാലശേഷം സിദ്ദീഖുൽ അക്ബർ ഭരിക്കണമെന്ന് റസൂലുള്ളാഹി മൊഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ എന്നാ ശിയാക്കളെ ചോദ്യം. എന്നാ ഓ ശിയാക്കളെ, ഏത് മനുഷ്യനും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം വന്നപ്പോൾ, ഇമാമത്ത് നിൽക്കാൻ കഴിയാത്ത അനാരോഗ്യം വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് പകരം അതാ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചില്ലേ? നിശ്ചയിച്ചു. അത് ശിയാക്കൾ പറഞ്ഞ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സഹാബത്തും ഇമാമിങ്ങളൊക്കെ മനസ്സിലാക്കി നിസ്കാരത്തിന് റസൂലുള്ളാഹിക്ക് പകരം നിൽക്കേണ്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണോ? എന്നാൽ എല്ലാ രംഗത്തും നിൽക്കേണ്ടത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എല്ലാവരും മനസ്സിലാക്കി. അപ്പൊ ശിയാക്കളുടെ ചോദ്യം, റസൂലുള്ളാഹി മൊഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ? എന്റെ ശേഷം അബൂബക്കർ ഭരിക്കണമെന്ന് മൊഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ? അതെന്നെ ഇവരെയും ചോദ്യം. എന്ത്? തിങ്കളാഴ്ച റസൂലുള്ളാഹിന്റെ ജന്മദിനമാണ്, ഈ വിളിച്ച് എന്റെ ജന്മദിനമാണ് എന്ന് മഹത്വം പറഞ്ഞിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ? തിങ്കളാഴ്ച എന്റെ ജന്മദിനമാണ് എന്നല്ലാതെ റബീഉൽ അവ്വൽ 12 നിങ്ങൾ എന്റെ ജന്മദിനമാക്കണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയണമെന്നുണ്ടോ? ഇപ്പറഞ്ഞതിനെ മനസ്സിലാക്കിവിടെ ബുദ്ധിയുള്ളവർ. ഇമാമത്ത് നിർത്തിയതിനെ മനസ്സിലായില്ലേ? സിദ്ദീഖുൽ അക്ബറാണ് ഭരിക്കേണ്ടത്. അതുപോലെ മനസ്സിലായില്ലേ ഇത്? പക്ഷെ അതിനെന്ത് വേണം? ചിന്തിക്കാൻ കഴിവുള്ള ഇമാമിങ്ങൾ. അവരെ അനുസരിക്കണമെങ്കിൽ ആദ്യം ബുദ്ധി വേണം. ബുദ്ധിയില്ലാഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അല്ലാഹു തആല എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ബുദ്ധിയില്ലാഞ്ഞാലുള്ള ഹാലെന്താ അറിയുന്നത്? ഞാൻ പറഞ്ഞുതരാം. ചില ആളുകൾ ചെറിയ വിഷയം വലിയ വിഷയക്കുറിച്ച് ചില ആൾക്കാർ, ചെറിയൊരു വിഷയം വലിയ വിഷയത്തോട് ചിലപ്പോൾ ചില ആൾക്കാർ. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് കാന്തപുര ഉസ്താദിന്റെ വീട്ടിൽ ഒരു MLA കയറിയത്. ആ MLA മുജാഹിദാണ്. കാന്തപുര ഉസ്താദ് ഇങ്ങനെ
അവിടുത്തെ കല്യാണത്തിന്റെ ഒന്ന് ഒരു മുജാഹിദ് MLA കയറി വന്നു കല്യാണത്തിന്. അയാൾ വന്ന് അങ്ങനെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ അയാളങ്ങ് പോവുകയും ചെയ്തു. പിന്നോട്ടാ ഒരു കൂട്ടര് കാന്തപുരത്തിന്റെ കല്യാണത്തിന് മുജാഹിദ് വന്നില്ലേ? ഉസ്താദിനോട് വെച്ചപ്പോ ഉസ്താദ് പറഞ്ഞു ഞാൻ ക്ഷണിച്ചിട്ടില്ല. അയാൾ വന്നു, അയാൾ പോയി. നമ്മളെ വീട്ടിൽ വന്നാൽ നമ്മുടെ വീട്ടിൽ വന്നാൽ മര്യാദ കാണിക്കണ്ടേ? അത് ആര് വന്നാലും കാണിക്കണ്ടേ? ക്ഷണിച്ചിട്ട് വന്നതല്ല. അതേസമയത്ത് ചിലര് കാന്തപുരം മുജാഹിദിനോട് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് മുജാഹിദ് വന്നില്ലേ? എന്റെ നാട്ടിന്റെ അടുത്ത് വന്നിട്ട് ഒരു മുസ്ലിയാര് പ്രസംഗിച്ചു. അതാ വലിയ സങ്കടം. ഒരു മുസ്ലിയാര് പ്രസംഗിച്ചു. മുസ്ലിയാര് പറഞ്ഞു, ഞങ്ങളെ നാട്ടിലൊക്കെ ഞങ്ങളെ വീടുകൾക്ക് പഴയ കാലത്ത് ബടാപ്പുറം എന്നൊരു സ്ഥലം ഉണ്ടാവും. ഇതൊരു സ്റ്റേജ് പോലത്തെ ഒന്നുണ്ടാവും. ബടാപ്പുറം എന്നതിന് പറയാം. പഴയ കാലത്ത് മരം കൊണ്ട് നിസ്കരിക്കാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു നിക്കാഹൊക്കെ അതിന്റെ മുകളിൽ നദിയൊന്നും നടക്കുക. ബടാപ്പുറം ഞങ്ങൾ നാട്ടിൽ പറയാം. ഇവിടെ അങ്ങനെ ഇവിടെ ഉണ്ടാ സാധ്യയില്ല. അപ്പൊ ഈ ഒരു മുസ്ലിയാര്, നമ്മളെ ബൈക്കുള്ള ഒരു മുസ്ലിയാർ, ആളെ പേരും ഞാൻ പറഞ്ഞു, മുസ്ലിയാർ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, കാന്തപുരം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാന്തപുരത്തിന്റെ ബടാപ്പുറത്തും വലിയ ഒരു മുജാഹിദ് ഉണ്ടായിരുന്നു. ഞാനതിന് മറുപടി പറയുമ്പോ പറഞ്ഞു, കാന്തപുരം ഉസ്താദ് പൂനൂർക്കാരനാണ്. പൂനൂര് ബടാപ്പുറം ഇല്ല. ഉസ്താദിന്റെ പോർക്ക് ബടാപ്പുറം തന്നെ ഇല്ല. പിന്നെ ബടാപ്പുറത്തും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം ചെറിയ പ്രശ്നം വലിയതായി കാണും ചില ആളുകൾ. അങ്ങനെ കാണാൻ പാടില്ല. അതെന്താണ്? അത് ബുദ്ധി കുറവുണ്ടാകുന്ന സ്വഭാവമാണ്. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു ഭയങ്കര പുര ഉണ്ടാക്കി, വലിയ ഒരു വീടുണ്ടാക്കി, ഒരു ഗ്രാനൈറ്റ് ഒക്കെ പറിച്ച് വലിയ ഒരു വീടുണ്ടാക്കി. എന്നാലും നമ്മുടെ ചെറിയ കുട്ടികളുടെ LKG UKG ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ സ്കൂളും വിട്ട് വന്നിട്ട് അതിന്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ടാവും. ഈന്തോലേന്റെ പട്ട, കൗങ്ങിന്റെ പട്ട, അതുപോലെ ഓല, തെങ്ങിന്റെ ഓലയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരൊരു ചെറിയ വീടുണ്ടാക്കി. അതിന്റെ ഉള്ളിൽ അവരൊരു കസേരയൊക്കെ ഉണ്ടാക്കി, അതിന്റെ മുകളിൽ രണ്ടും കല്ലൊക്കെ എടുത്ത് വെച്ച് അതിന്റെ മുകളിൽ ഇരിക്കൽ അവർക്ക് സന്തോഷം. കാരണം അവരെ ചെറിയ ബുദ്ധിക്ക് ആ ചെറിയതായി ഇഷ്ടപ്പെടും. ഇവരുടെ ഈന്തോലപ്പെട്ട കൊണ്ടുണ്ടാക്കിയ പുരണ്ടല്ലോ, അതിന്റെ ഒരു ചെറിയ ഓലെങ്ങാനും ഒരുത്തൻ തൊട്ടാൽ ജിഹാദായിരിക്കും. ഭയങ്കര പ്രശ്നമായിരിക്കും. അത് ബാപ്പന്നെയാണെങ്കിൽ തിരക്കുള്ള ഭയങ്കര പ്രശ്നമായിരിക്കും. നേരെ മറിച്ച് ഇയാള് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുതലിറക്കിയിട്ടാക്കിയ ഭയങ്കര ഒരു വലിയൊരു വീട്, അതിന്റെ മുകളിൽ ഒരു തെങ്ങ് വീണാലോ ഈ കുഞ്ഞുങ്ങൾ കൈ മുട്ടിച്ചിരിക്കും. തെങ്ങ് പറയുമ്പോൾ വീട് ധരിച്ചിരിക്കും. എന്താ വിഷയം? ഇവർക്ക് ചെറിയ ബുദ്ധിയാണ്. ചെറിയ ബുദ്ധിക്ക് ചെറിയ കാര്യം വലിയതാണ്, വലിയ കാര്യം ചെറുതാണ്. നമ്മളൊരു 25 ലക്ഷത്തിന്റെ കാറ് വാങ്ങി അതിനിങ്ങനെ പോയിക്കൊണ്ടിരുന്ന് വന്ന് നമ്മൾ കാറ് നിർത്തി. കാറിന്റെ മുകളിൽ ഒരു വെളിച്ചിൽ വീട്, ഒരു മച്ചിക്ക വീട്, ഒരു കരിക്ക് വീട്. ആ കാറിന്റെ ഗ്ലാസ് അങ്ങ് പൊട്ടിപ്പോയി. കുട്ടികള്, പുരക്കുള്ള ചെറിയ കുട്ടികള് കൈ പിടിച്ച് പന ഗ്ലാസ് പൊട്ടി. ഇയാളെ നെഞ്ചത്തിരിക്കുന്നുണ്ട്. കുട്ടികൾ കൈമുട്ടിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ ബുദ്ധി അങ്ങനെയാണ്. അതേ സമയത്ത് നമ്മൾ ദുബായിൽ നിന്ന് വരുമ്പോ ഇവന് കളിക്കാൻ വേണ്ടി ഒരു കാറ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. 50 ഉറുപ്പ്യന്റെ ഒരു കാറ്, 150 ഉറുപ്പ്യന്റെ ഒരു കാറ്. അക്കാറിന്റെ ഗ്ലാസ് എങ്ങാനും പൊട്ടിയാലോ സുബ്ഹാനല്ലാഹ് നിലത്ത് വിടൂരുത്. എന്താണ്? അതാണ് വലുത്. അപ്പൊ ബുദ്ധിയുള്ള ആളുകളാവുമ്പോ, വലിയ വലിയ ബുദ്ധിയുള്ള ആളുകൾക്ക് അവർക്ക് വലിയ വലിയ വിഷയമാണ് വലിയ വിഷയമാകുക. ചെറിയ ചെറിയ ആളുകൾക്ക് ചെറിയ വിഷയമാണ് വലുതാകുക. ബുദ്ധിന്റെ വ്യത്യാസമാണ്. ബുദ്ധി എന്ന് പറഞ്ഞ വലിയൊരു വിഷയമാണ്. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇമാം ജലാലുദ്ദീൻ സൂത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധി, ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധി, അബൂ സാമർ റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധി, അതേ ഇമാം ഇബ്നുൽ ഹാജ് തങ്ങളുടെ ബുദ്ധി, അങ്ങനെയുള്ള ബുദ്ധിയും വിവരവുമില്ലാത്ത കക്ഷികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നത് വിവരമില്ലാത്തത് കൊണ്ടാണ്. വിവരമുള്ളവരത് അംഗീകരിച്ച് ഗ്രന്ഥം എഴുതുകയാണ്. എന്തിനധികം പറയണം? നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്. എല്ലാ പുത്തൻവാദികളും ബഹുമാനിക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യ. ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിലും ആ ഇബ്നു തൈമിയ്യ വരെ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു. അതേ ഫതഅലീമു മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വത്തിഖാദുഹു മൗസിമൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നത്, അത് ആഘോഷമായി കൊണ്ടാടുന്നതും ആദരിക്കുന്നതും പലരും അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഫലഹു അജ്റുൻ അദീബുൻ മിനല്ലാഹ്. റസൂലുള്ളാഹിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നവന് മഹത്തായ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ്. ലിഹുസ്നി ഖസ്ദിഹി വതഅലീമിഹി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കൊണ്ടാടുന്നവന്റെ മനസ്സിലുള്ള ഉദ്ദേശം നല്ലതാണ്. അത് റസൂലുള്ളാഹിനെ ആദരിക്കാനുള്ള ഏർപ്പാടാണ്. അതുകൊണ്ടത് വലിയ പുണ്യകർമ്മമാണ്. അല്ലാഹ് പ്രതിഫലം കൊടുക്കുന്നതാണെന്ന് ഇബ്നു തൈമിയ്യ വരെ എഴുതി വെച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ, ആ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവർ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല എന്ന മദ്ഹ് പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ബലഗൽ മുദ്ദഹു ഫീ ഔസാഫിഹി ഫമാ ബലഗു ബാലിഗുൻ ശറമ ഉതീബുനാ ഫിൽ ബാൽ. മനസ്സിൽ കൊണ്ടുവന്നതിന്റെ ഒരു ചെറിയ അംശം പോലും, ലക്ഷത്തിലൊരു അംശം പോലും ഒരു പണ്ഡിതനും അവിടുത്തെ ബഹുമാനം പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്റെ പ്രസംഗം വളരെ നേരത്തെ നിർത്തേണ്ടതായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോയി. സമയം നോക്കിയപ്പോഴാണ് ദീർഘിച്ചു പോയത് കണ്ടു. അല്ലാഹുവേ, ഞങ്ങളെ അമൽ നീ സ്വീകരിക്കണം റഹ്മാനെ. ഓ സഹോദരന്മാരെ, ഇവിടെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ ഏത് അബൂജഹലിന് വൈമനസ്യമുണ്ടായോ, ഏത് മനുഷ്യന് വെറുപ്പുണ്ടായോ? പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, തങ്ങളെ അല്ലാഹു തആല എല്ലാവരും പുകഴ്ത്തുന്നൊരു സ്ഥാനത്ത് നിയോഗിക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ വലിയ മഖാം അൽ മഖാമുൽ മഹ്മൂദ്, അത് എല്ലാ ജനങ്ങളും എല്ലാ മനുഷ്യരും ഒരുപോലെ ഒരുമിച്ച് കൂടുന്ന മഹ്ശറാ ലോകം, പലരും വിയർപ്പിൽ മുങ്ങുന്ന ലോകം, പലരും വല്ലാതെ വിഷമിക്കുന്ന ലോകം. ആ ലോകത്ത് സഹോദരന്മാരെ ഒരാളും വിടാത്ത ലോകം, എല്ലാവരും വിഷമിക്കുന്ന സമയത്ത് ഓരോ നബിമാരെയും സമീപിച്ച് സങ്കടം പറയുമ്പോൾ ആദം നബിയോട് ഇസ്തിഗാസ ചെയ്യുമ്പോൾ, നൂഹ് നബിയോട് ഇസ്തിഗാസ ചെയ്യുമ്പോൾ, ഇമാം ബുഖാരി റിപ്പോർട്ടിൽ അമ്പിയാക്കളെ വിളിച്ച് ജനങ്ങൾ ഇസ്തിഗാസ ചെയ്യുമ്പോ, കാരണം ഈ ലോകത്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ ഈ ലോകത്ത് വെച്ച് ഇസ്തിഗാസ ചെയ്യാറുണ്ട്, അമ്പിയാക്കളെ വിളിച്ച് തേടാറുണ്ട്. അതേ തേട്ടം അവിടെ വെച്ച് തേടുമ്പോ എല്ലാ നബിമാരും പറഞ്ഞേക്കുന്നത് ഒരു കേന്ദ്രത്തിലെത്താനാണ്. ആ കേന്ദ്രം റഹ്മത്തുൽ ലിൽ ആലമീൻ, സഫീഉൽ മുദ്നിബീൻ, ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ, മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയിട്ട് ഇസ്ഫലനാ, ഞങ്ങൾക്ക് ശുപാർശ പറയണേ നബിയേ, റെക്കമെൻഡ് ചെയ്യണേ നബിയേ. താടുകേട് ഇസ്തിഗാസ ചെയ്യുന്നു, അപേക്ഷിക്കുമ്പോ അനലഹ, ഞാൻ അതിനുള്ളവൻ തന്നെ. അത് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി സുജൂദ് ചെയ്ത് അല്ലാഹു തആല റെക്കമെൻഡിന് വേണ്ടി ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ, ഇങ്ങോട്ട് നിർദ്ദേശിക്കുമ്പോൾ അവിടെ വെച്ചില്ലേ ഒരു റെക്കമെൻഡ്. ആ റെക്കമെൻഡ് നടത്തുന്ന സമയത്തോ മുസ്ലിമീകളെ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ശായിറും മജ്നൂൻ, ഭ്രാന്തനായ പാട്ടുകാരൻ എന്നിവരെ പറഞ്ഞ ശത്രുക്കളുണ്ടെങ്കിൽ ആ ശത്രുക്കളടക്കം റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാത്ത എല്ലാ മനുഷ്യരും അവിടെ വെച്ച് റസൂലുള്ളാഹിനെ പുകഴ്ത്തിപ്പോയി, റസൂലുള്ളാഹിനെ സ്തുതിച്ചുപോയി. യഹ്മദുൽ അവ്വലൂന വൽ ആഖിറൂൻ, എല്ലാവരും റസൂലുള്ളാഹിനെ പുകഴ്ത്തിപ്പോയി. ആ സ്ഥാനമാണ് അസഅയ്യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദാ, എല്ലാവരും സ്തുതിക്കപ്പെടുന്ന സ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രത്തോളം മദ്ഹ് പറഞ്ഞോ, അവിടുത്തെ പേരിൽ എത്രത്തോളം സലാത്ത് ചൊല്ലിയോ, അത്രത്തോളം അവിടുത്തേക്ക് നമ്മളെ സാധുക്കളായ നമ്മളെ ഇങ്ങോട്ട് പരിചയം ഉണ്ടാവും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നി ലഅരിഫു ഹജറൻ, എനിക്കൊരു കല്ലിനെ നല്ല പരിചയമുണ്ട്, എനിക്കൊരു കല്ലിനെ നല്ല പരിചയമുണ്ട്. ഏതാണ് ആ കല്ല്? കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ, ഞാൻ നബിയായി രംഗത്ത് വരുന്നതിന് മുമ്പ്, അഥവാ 40 വയസ്സിന് മുമ്പ് കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സലാത്ത് ചൊല്ലുന്നില്ലേ, സലാം പറയുന്നില്ലേ? ആ കല്ല് അല്ലാഹുവിന്റെ റസൂലിന് സലാം പറയാറുണ്ട് കുട്ടിക്കാലത്ത്. സുബ്ഹാനല്ലാഹ്, ഒരു മൗലവി പറഞ്ഞില്ലേ,
40 വയസ്സ് വരെ ഒരു സാധാരണ അറബി പയ്യനായിരുന്നു എന്ന് അക്ബർ മൗലവി പറഞ്ഞില്ലേ? ഇസ്ലാം പ്രചരിപ്പിക്കാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചു കിടക്കുന്നതിന്റെ ഇടക്ക് അള്ളാഹുവിന്റെ റസൂലിനെ സാരപ്പെടുത്തിയില്ലേ അക്ബർ മൗലവി? എന്നാ സഹോദരന്മാര്, ആ 40 വയസ്സിന് മുമ്പ് കുട്ടിക്കാലത്ത് ഇങ്ങനെ പോകുമ്പോ റസൂലുള്ളാഹി പറയുന്നത്, എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട്, ആ കല്ലിനെ എനിക്ക് നല്ല പരിചയമുണ്ട്, എനിക്കറിയാം. അപ്പൊ റസൂലുള്ളാഹിന്റെ പരിചയത്തിന്റെ മാനദണ്ഡം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ എത്ര സലാത്ത് ചൊല്ലുന്നുണ്ടോ, എത്ര സലാം പറയുന്നുണ്ടോ, അതിനനുസരിച്ച് ഇങ്ങോട്ട് പരിചയമുണ്ടാകും കേട്ടോ. നിങ്ങൾ സലാത്തിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, അതും ഇന്ന് ലോകത്ത് ജീവിക്കുന്ന അവിടുത്തെ സന്താന പരമ്പരകളിലെ കാരണവരായ ആലിമീങ്ങൾക്ക് മുഴുവൻ നേതൃത്വം നൽകുന്ന തങ്ങളുടെ കൂടെ സലാത്തിൽ പങ്കെടുക്കുന്ന മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന് പരിചയം കിട്ടാൻ ഏറ്റവും വലിയ കാര്യം സലാത്തും സലാമും തന്നെ. കല്ലിനെ കുറിച്ച് പറഞ്ഞില്ലേ, കരിങ്കല്ല്, ആ കല്ലിനെ എനിക്ക് നല്ല പരിചയമുണ്ട്, അതെനിക്ക് സലാം പറയുന്ന കല്ലാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസല്ലേ അത് നിങ്ങളെ മനസ്സിലെപ്പോഴും ഓർമ്മ വേണമെന്ന് വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ മജ്ലിസുകൾ നീ ദുആ ഇജാബത്തുള്ള മജ്ലിസുകളാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ധാരാളം പറയണം, ഞങ്ങൾക്ക് ധാരാളം സുന്നത്തിയുമായിട്ട് പറയണം. അതിന് നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനേ, പഠിച്ച ഇൽമ് പറയാൻ ആരോഗ്യം ഏറ്റിത്തരണം റഹ്മാനേ, ദീർഘായുസ് തരണം റഹ്മാനേ, നിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും ഒറ്റക്കെട്ടാക്കി സന്തോഷത്തോടുകൂടെ നിന്റെ ദീനിനെ പ്രവർത്തിക്കാനും ഞങ്ങൾക്കും ഞങ്ങളെ നേതാക്കൾക്കും താജുൽ ഉലമ തങ്ങളവറുകൾക്കും ശൈഖുനാ ഉസ്താദ് അവറുകൾക്കും ഇവിടെ സദസ്സിൽ വന്നവരും വരാത്തവരുമായ ഞങ്ങളെ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും ഞങ്ങൾക്ക് ഇവിടെ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ഉസ്താദ് അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അവറുകൾക്കും അവരോടുകൂടെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും തരണേ റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ടവരിൽ പെടുത്തണം റഹ്മാനേ. തങ്ങളവരുകൾ ഉപദേശിച്ചതുപോലെ കിബിർ ഖൽബിൽ കടന്നു പോകാതെ, അസൂയ കടന്നു പോകാതെ, താഴ്മയോടുകൂടെ നിനക്ക് അടിമത്തം പ്രകടിപ്പിച്ച് താഴ്മയോടുകൂടി ഉടമസ്ഥനായ നിന്റെ അടുക്കലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയും ചൊല്ലി ഈമാനിന്റെ വെളിച്ചത്തോടെ എത്തിച്ചേരാൻ നീ തൗഫീഖ് തരണം റഹ്മാനേ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിക്കീഴിൽ ഞങ്ങളെ ഉസ്താദുമാരോടുകൂടി ഞങ്ങളെ ഉമ്മവാപ്പമാരോടുകൂടി ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരോടുകൂടി ഞങ്ങളെ കുടുംബങ്ങൾ, ശിഷ്യന്മാർ, ഉസ്താദുമാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ചവരോടുകൂടി നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കൊടിക്കീഴിൽ ഞങ്ങളെയും ഞങ്ങളെ പ്രിയം വെച്ചവരെയും ഈ നാട്ടുകാരെയും നാട്ടിന്റെ പരിസരങ്ങളിലുള്ളവരെയും ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ഈ നാട്ടിൽ വന്ന ഈ വെളിച്ചം അത് നീ പുരോഗമിപ്പിച്ച് ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള സർവ്വ മുഅ്മിനീകൾക്കും എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായ ഒരു വലിയ സ്ഥാപനമായി നീ ഉയർത്തി വളർത്തിത്തരണേ റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗത്തിന്റെ തണലിൽ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.